ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നവരൊക്കെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ് നേഴ്സസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാമേ. അപ്പോൾ വേക്കൻസി ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് ഇട്ടിരിക്കുന്നത്. അവരിവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ഒക്കെ നഴ്സസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ സൈറ്റിലാണ് വേക്കൻസി കണ്ടിരിക്കുന്നത്, യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. മെയിൽ ഐ ഡിയും വേണ്ടവർ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അവര് ആദ്യം ഇട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ സ്റ്റാഫായിരിക്കും, യുണൈറ്റഡ് മാൻ പവറിന്റെ സ്റ്റാഫായിരിക്കും, ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കത്തില്ല. അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് പക്ഷെ നിങ്ങൾക്ക് സാലറി തരുന്നത് യുണൈറ്റഡ് മാൻ പവർ ആയിരിക്കും കേട്ടോ. അതാണ് ഈ മാൻ പവർ ഏജൻസി എന്ന് പറയുന്നത് എപ്പോഴും. അപ്പോൾ ഏതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഇട്ടിരിക്കുന്ന ഓപ്പണിങ്സ്, OB ഗൈനി നഴ്സിന്റെ ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്, NICU നഴ്സിന്റെ ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്, പീഡിയാട്രിക് നഴ്സിന്റെ ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്, ലേബർ ആൻഡ് ഡെലിവറി നഴ്സസിന്റെ ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നഴ്സസിന്റെ വേക്കൻസിയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അവർ ഇട്ടിരിക്കുന്നത് കേട്ടോ. OB ഗൈനി, NICU, പീഡിയാട്രിക്, ലേബർ ആൻഡ് ഡെലിവറി. അപ്പോൾ ഇത്രയും നഴ്സസിന്റെ വേക്കൻസി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ BSc ഡിഗ്രി, BSc നഴ്സിംഗ് പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ സ്പെഷ്യാലിറ്റിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഖത്തറിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ യുണൈറ്റഡ് മാൻ പവറിനെ കോൺടാക്ട് ചെയ്യുക. അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും വേക്കൻസി ഇട്ടിട്ടുണ്ട്. രജിസ്റ്റേർഡ് നേഴ്സ് എന്നേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാന്ന് പറഞ്ഞിട്ടില്ല. രജിസ്റ്റേർഡ് നേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സും പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ ഇട്ടിരിക്കുന്നത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ മെഡിക്കൽ സർജിക്കൽ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ ജെറിയാട്രിക് ഫിസിഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ജെറിയാട്രിക് ഫിസിഷ്യൻ, CSSD ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. CSSD ടെക്നീഷ്യൻ ഡിപ്ലോമ, 6 month ഡിപ്ലോമ മതി ഇവിടെ CSSD ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാൻ. സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പം യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം, അപ്പോഴാണ് അവർക്ക് പ്രിഫറൻസ് കിട്ടുക. അപ്പോൾ CSSD ടെക്നീഷ്യൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ് കേട്ടോ. അതുപോലെ തന്നെ നേഴ്സസിന്റെ വേക്കൻസി മെഡിക്കൽ, സർജിക്കൽ നേഴ്സ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് യുണൈറ്റഡ് മാൻ പവറിന്റെ സൈറ്റിൽ അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്ന നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.